ഹലോ മക്കളെ, നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 4ാം ക്ലാസ്സിൻ്റെ മലയാളത്തിൽ 4ാമത്തെ യൂണിറ്റിലെ ഒളിമ്പിക്സ് പരിശീലനം എന്നുള്ള പാഠഭാഗമാണ് കേട്ടോ. അപ്പോൾ ഇതുവരെയുള്ള പാഠങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണ്ടിയവരൊന്ന് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കണേ. മറ്റ് വിഷയങ്ങളും അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. പാട്ടും പാടി ചുവടും വെച്ച് വീടു ചിരിച്ചൊരു നിൽപ്പുണ്ട്. വീടിൻ്റെ പാട്ടും ചുവടും ചിരിയും തെളിഞ്ഞ് കാണാം ഈ കഥയിൽ. അപ്പോൾ നമുക്ക് നോക്കാം. ഒളിമ്പിക്സ് പരിശീലനം. രാവിലത്തെ തിരക്കുകൾ കഴിഞ്ഞ് അമ്മമ്മയും ദിയയും മാത്രമാവുന്ന സമയം. അവളുടെ എല്ലാ കാര്യത്തിനും കൂട്ടിനായി അമ്മമ്മയെ വിളിച്ചുകൊണ്ടിരിക്കും. ചിത്രം വരയ്ക്കാനും ചോറും കറിയും വെച്ച് കളിക്കാനുമെല്ലാം. അമ്മമ്മയ്ക്കാണെങ്കിൽ ഒരാളും ശല്യപ്പെടുത്താനില്ലാതെ കുറച്ചു നേരമെങ്കിലും TV-യിൽ ഒളിമ്പിക്സ് ഇനങ്ങൾ കാണണമെന്ന കലശലായ മോഹവും. ഒളിമ്പിക്സ് മത്സരങ്ങൾ നടക്കുന്ന ദിവസങ്ങളായിരുന്നു അത്. ഒരു വിധം കൂടെ ഇരുന്ന് കാണാൻ അവളെയും പ്രേരിപ്പിച്ചു. അങ്ങനെ 2 ദിവസം രാവിലെ അമ്മമ്മയും കുട്ടിയും ഒരുമിച്ചിരുന്ന് മത്സരങ്ങൾ കണ്ടു. 3ാം ദിവസം മുതൽ അമ്മമ്മ തിരക്കിലാണെങ്കിലും ദിയമോൾ വന്ന് വിളിക്കാൻ തുടങ്ങി. അമ്മമ്മേ, വേഗം വരൂ, നമുക്ക് ഒളിമ്പിക്സ് കാണാനുണ്ടെന്ന് മറന്നോ? ഓടുന്ന ഏട്ടന്മാരും ചേച്ചിമാരുമൊക്കെ നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവും. ഓടാതെ കാത്തു നിൽക്കുന്ന ചേട്ടന്മാരെയും ചേച്ചിമാരെയും ഓർത്ത് മറ്റു കാര്യങ്ങളൊക്കെ നിർത്തിവെച്ച് വേഗം തന്നെ അമ്മമ്മ വന്നു. ഓട്ടവും ചാട്ടവും ഏറും നീന്തലും ജിംനാസ്റ്റിക്സുമെല്ലാം അവരങ്ങനെ ഒരുമിച്ച് വിയർപ്പടക്കി കണ്ടു. വൈകുന്നേരം പതിവ് പോലെ ഒരുമിച്ച് മുറ്റത്തേക്കിറങ്ങിയപ്പോൾ അവൾ ഒരു പ്രഖ്യാപനം നടത്തി. അമ്മമ്മേ, ദിയക്കുട്ടി ഒളിമ്പിക്സിൽ മത്സരിക്കാൻ പോവാണ്. വളരെ ഗൗരവത്തിൽ തന്നെയാണ് അവൾ പറയുന്നത്. കുറച്ചുകൂടി വലുതാവണം അതിൽ മത്സരിക്കണമെങ്കിൽ. പിന്നെ നല്ല പ്രാക്ടീസും വേണം. വെറുതെ ഓടിപ്പോയിട്ട് അങ്ങോട്ട് മത്സരിക്കാനൊന്നും നമുക്ക് പറ്റില്ല. അമ്മമ്മ കാര്യം പറഞ്ഞു. ഓ, അതിനെന്താ, ദിയക്കുട്ടി വേം വലുതാവുന്നുണ്ടല്ലോ. വലുതായിട്ട് മതി ഒളിമ്പിക്സിന് പോണത്. എന്നാലും എന്നും പ്രാക്ടീസ് ചെയ്യണ്ടേ? വേണല്ലോ. അമ്മമ്മ ഉത്സാഹം കൂട്ടി. എന്നാ ഇന്ന് മുതൽക്ക് നമ്മൾ പ്രാക്ടീസ് തുടങ്ങാൻ പോവാണ്. നമ്മളോ ദിയക്കുട്ടി ചെയ്താൽ പോരെ? പറ്റില്ല, അമ്മമ്മയും ദിയക്കുട്ടിയും കൂടിയാ മത്സരിക്കാൻ പോണത്. അമ്മമ്മ മടിച്ചിയാവാണ്ടേ എന്നും എൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യാൻ വന്നോളൂ കേട്ടോ. സമ്മതിക്കാതെ തരമില്ലല്ലോ. അങ്ങനെ വൈകുന്നേരങ്ങളിൽ അമ്മമ്മയും കുട്ടിയും കൂടി ഒളിമ്പിക്സിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. അമ്മമ്മേ, നമുക്ക് ഓട്ട മത്സരത്തിനും ആ ഉണ്ട എറിയുന്നതിനും ചേരണം. ദിയ ഐറ്റങ്ങൾ തീരുമാനിച്ചു. ഉണ്ട എറിയുന്നതാണ് ഷോട്ട് പുട്ട്. ഒരു പുതിയ പേര് അവൾ മനസ്സിലാക്കിക്കോട്ടെ. ഷോട്ട് പുട്ട്. ദിയ അത് പലതരത്തിലും പല ശബ്ദത്തിലും ആവർത്തിച്ച് പറഞ്ഞ് കുടുകുടയെ ചിരിക്കാൻ തുടങ്ങി. നല്ല രസമുണ്ട് പറയാൻ. നീണ്ട മുറ്റത്ത് ഒരറ്റത്ത് നിന്ന് ഗേറ്റ് വരെയും അവിടുന്ന് തിരിച്ചും ഓടണം. അതാണ് വ്യവസ്ഥ. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ദിയ റെഡിയായി നിന്നു. അമ്മമ്മേ, എൻ്റെ കൂടെ ഓടാൻ വരൂ. നമ്മൾ ഒരുമിച്ച് ഓടാൻ പറ്റില്ല. ഞാൻ സീനിയർ ഗ്രൂപ്പിലാ, ദിയക്കുട്ടി ജൂനിയർ ഗ്രൂപ്പിലും. അവളുടെ കൂടെ ഓടാതിരിക്കാൻ അമ്മമ്മ ഒരു കാരണം കണ്ടെത്തി. ഒരു നിമിഷം പുരികം ചുളിച്ച് അവൾ ആലോചനയിലാണ്ടു. എന്നാ ശരി, ഞങ്ങൾ ആദ്യം ഓടാം. ദിയ റെഡിയായി. ഞങ്ങളോ? അമ്മമ്മ നെറ്റി ചുളിച്ചു. അമ്മമ്മേ, എൻ്റെ ചെങ്ങായിമാരൊക്കെ ഓടുന്നുണ്ട്, കണ്ടില്ലേ? എല്ലാവരും ഈ ലൈനിൽ റെഡിയായി നിൽക്കണത്. അവൾ തൻ്റെ ഇരുഭാഗത്തേക്കും ചൂണ്ടി. അത് ശരി, അവളുടെ ഭാവനയിലുള്ള ചങ്ങാതിമാർ. എല്ലാവരും ലൈനിൽ നിന്നില്ലേ? ശരി, റെഡി, 1 2 3. അമ്മമ്മ ഉറക്കെ പറഞ്ഞു. അയ്യയ്യേ, അങ്ങനല്ല അമ്മമ്മേ. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ്, ഗോ. അങ്ങനെയാണെന്ന് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ. അജ്ഞയായ അമ്മമ്മയെ അക്ഷമയോടെ ദിയ തിരുത്തി. അമ്മമ്മ അത്ഭുതപ്പെട്ടു. എൻ്റെ കുട്ടിക്കാലമല്ല ഇത്. ശരി, എന്നാൽ അങ്ങനെ പറയാം. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ്, ഗോ. സ്റ്റാർട്ടിംഗ് ലൈനിൽ ഒരു മുട്ടുമടക്കി ഇരുന്നിരുന്ന ദിയ ഓരോ വാക്കിനും കൈകുത്തി കുനിഞ്ഞു നിൽക്കുകയും പിന്നെ നിവരുകയും ഓടുകയും ചെയ്തത് കണ്ടപ്പോഴും അമ്മമ്മയ്ക്ക് അത്ഭുതമായി. ഇതൊക്കെ എവിടുന്ന് പഠിച്ചു? അമ്മമ്മേ, ഞങ്ങൾ ഓടുമ്പോൾ അപ്പ് 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 എന്ന് പറയണട്ടോ. ഓട്ട മത്സരം തുടങ്ങുന്നതിന് മുമ്പ് ദിയ ആവശ്യപ്പെട്ടു. ഓടി തിരിച്ചെത്തിയ ദിയയെ ഫസ്റ്റായി പ്രഖ്യാപിച്ചതിന് ശേഷം അമ്മമ്മ ചോദിച്ചു. ദിയക്കുട്ടി, ഓടുന്നതിന് മുമ്പേ ഇങ്ങനെയാ നിൽക്കേണ്ടത് എന്ന് ആരാ പറഞ്ഞു തന്നത്? അതും അമ്മയാ?
അല്ല അമ്മമ്മേ, നമ്മൾ ടി വിയിൽ കണ്ടില്ലേ, ഓടിയ ഏട്ടന്മാരും ചേച്ചിമാരൊക്കെ അങ്ങനല്ലേ നിന്നിരുന്നത്. അമ്മമ്മയ്ക്ക് നാണക്കേട് തോന്നി അവൾ ടി വിയിലെ മത്സരങ്ങൾ കണ്ടത്. എത്രമാത്രം ശ്രദ്ധിച്ചാണെന്ന് അപ്പോൾ മനസ്സിലായി. ഓൺ യുവർ മാർക്ക് ഗെറ്റ് സെറ്റ് ഗോ എന്ന് പറയുമ്പോൾ വെടി പൊട്ടിക്കാൻ ഒരു തോക്കും കൂടി വേണ്ടിയിരുന്നില്ലേ അമ്മമ്മേ? ഓ, അതിൻ്റെ ഒരു കുറവും കൂടി ഉണ്ടായിരുന്നു, ഒരു തോക്കിൻ്റെ. അമ്മമ്മ ഓർത്തു. ഇനി വലിയവരുടെ ഓട്ടാ, അമ്മമ്മയുടെ ഗ്രൂപ്പിൻ്റെ ദിയ ഓർമ്മപ്പെടുത്തി. കുഴപ്പമായല്ലോ. സീനിയർ ഗ്രൂപ്പിൻ്റെ കാര്യം അമ്മമ്മ വളരെ സൗകര്യപൂർവ്വം മറന്നിരുന്നു. അമ്മമ്മ ഓടണോ? ദിയക്കുട്ടി ഓടിയത് പോരെ? അമ്മമ്മ കെഞ്ചി നോക്കി. പറ്റില്ല, ഈ അമ്മമ്മയ്ക്ക് എന്തൊരു മടിയാ. ഇങ്ങനായാൽ ദിയക്കുട്ടി മാത്രമേ ഒളിമ്പിക്സിന് പോവുണ്ടാവുള്ളൂ. പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ അമ്മമ്മയെ കൊണ്ടുപോവില്ല, ദിയ വളരെ കണിശമായി പറഞ്ഞു. അങ്ങനെ അതിനൊരു തീരുമാനമായി. ഒളിമ്പിക്സിൽ പങ്കെടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നന്നായി, വൈകുന്നേരത്തെ സ്ഥിരം നടത്തം ഓടി തീരട്ടെ. അമ്മമ്മേ, നമുക്ക് നീന്തൽ പ്രാക്ടീസ് ചെയ്യാൻ ഒരു കുളം വേണ്ടിയിരുന്നു. അതിനിപ്പോൾ കുറേ കാലം തന്നെ വേണ്ടി വരും. എൻ്റെ മോളെ, നീന്തൽ നമുക്ക് പിന്നത്തെ ഒളിമ്പിക്സിനാക്കാം. എന്നാൽ അത് അങ്ങനെ ആവട്ടെ. അവൾ സമ്മതം മൂളി. പക്ഷേ എന്തായാലും നീണ്ട 2 വടിയും ഓട്ടമത്സരം തുടങ്ങുമ്പോൾ വെടി പൊട്ടിക്കാൻ തോക്കും വേണമെന്ന് അമ്മച്ചനോട് പറയണം. അതിൽ കുറഞ്ഞ പ്രശ്നമേ ഇല്ല എന്ന മട്ടിൽ അവൾ നിന്നു. നീണ്ട വടി എന്തിനാ? ഓ എൻ്റെ അമ്മമ്മേ, ഓടി വന്ന് നീണ്ടൊരു വടിയും കുത്തിച്ചാടുന്ന മത്സരം നമ്മൾ കണ്ടില്ലേ? അതിന് നീണ്ട വടി വേണ്ടേ? 2 എണ്ണം എന്തിനാ? ഒരു വടി കുത്തിയല്ലേ അവർ ചാടണത്. ഒന്നെനിക്കും ഒന്ന് അമ്മമ്മയ്ക്കും. ദിയയ്ക്ക് സംശയമേ ഉണ്ടായിരുന്നില്ല. അമ്മമ്മ ശരിക്കും ഞെട്ടിപ്പോയി. 2 ആളും കൂടി പോൾ വാൾട്ട് പരിശീലിക്കുന്നത് മനസ്സിൽ കണ്ട് അമ്മമ്മ അങ്ങനെ തരിച്ചു നിന്നു. ദിയമോളും അമ്മമ്മയും എം ഗീതാഞ്ജലി. ഇനി ഇതിലുള്ള ചോദ്യം എന്താണ്? കഥയിലെ അമ്മമ്മയെ നിങ്ങൾക്കിഷ്ടമായോ? എന്തുകൊണ്ട്? അമ്മമ്മയ്ക്ക് പേരക്കുട്ടിയോടുള്ള കരുതലും സ്നേഹവും, പ്രായത്തെ വകവയ്ക്കാതെ കുട്ടിയുടെ കൂടെ കളിക്കുന്നതും, കുട്ടിയുടെ പ്രായത്തോട് ചേർന്ന് നിൽക്കാനുള്ള കഴിവും, സ്പോർട്സ് അടക്കം പുതിയ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ആസ്വദിക്കാനുള്ള കഴിവുമെല്ലാം അമ്മമ്മയെ ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങളാണ്. രണ്ടാമത്തെ ചോദ്യം, സ്നേഹം ലഭിക്കുക എന്നത് കുട്ടികളുടെ അവകാശമാണ്. പാഠപുസ്തകത്തിൻ്റെ അവസാന പേജിൽ കൊടുത്തിട്ടുള്ള കുട്ടികളുടെ അവകാശങ്ങൾ ശ്രദ്ധയോടെ വായിക്കൂ. ഈ കഥയിലെ വീട്ടിൽ കുട്ടിയുടെ എന്തെല്ലാം അവകാശങ്ങളാണ് അംഗീകരിക്കപ്പെടുന്നത്? സംസാരത്തിനും ആശയപ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യം, ജീവൻ്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷണം, പങ്കാളിത്തത്തിനുള്ള അവകാശം, അവഗണനകളിൽ നിന്നുള്ള സംരക്ഷണം, കളിക്കാനും പഠിക്കാനുമുള്ള അവകാശം, സ്നേഹവും സുരക്ഷയും നൽകുന്ന കുടുംബവും സമൂഹവും ലഭ്യമാകാനുള്ള അവകാശം. മൂന്നാമത്തെ ചോദ്യം, മുതിർന്നവർ കുട്ടികളോട് എങ്ങനെ പെരുമാറണമെന്നാണ് ഈ കഥ സൂചിപ്പിക്കുന്നത്? ഓരോ കുട്ടിക്കും ശ്രദ്ധയും സ്നേഹവും പരിചരണവും ആവശ്യമാണ്. കുട്ടികളെ കെട്ടിപ്പിടിച്ചും തലോടിയും വാത്സല്യം പ്രകടിപ്പിക്കണം. അവർ സംസാരിക്കുന്നത് ക്ഷമയോടെ കേൾക്കണം. സംശയങ്ങൾ ചോദിക്കുമ്പോൾ ദേഷ്യപ്പെടരുത്. അവർ പറയുന്നത് ശ്രദ്ധയോടെ കേട്ട് ശരിയായ നിർദ്ദേശങ്ങൾ നൽകണം. അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും കളിക്കാനും അവസരം നൽകണം. അപ്പോൾ ഒളിമ്പിക്സിനെ കുറിച്ചുള്ള ഈ ഒരു പാഠഭാഗം മക്കൾക്ക് ഇഷ്ടമായോ? മക്കൾക്കും കളികൾ, കായിക വിനോദങ്ങളൊക്കെ ഇഷ്ടമാണ് അല്ലേ? അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്ത് പ്രവർത്തനങ്ങളുള്ളത്. മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.